ഇവിടെയുള്ള ഈ വഹാബികളുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയൊക്കെ കുറച്ചൊരു സ്വാധീനം അറബ് രാജ്യങ്ങൾ മേലെ അവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അവർ തിരുത്തും. കാരണം അവർക്കൊരു സ്പേസ് കൊടുക്കുമ്പോൾ അവർ മോഡീനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇവിടേക്കാണ് ഒരു പ്രശ്നം. മോഡീനെ അവരെല്ലാവരും അംഗീകരിക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കൊടുക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾക്ക് മോഡീനെ ഇഷ്ടമല്ല. ഈ ഗുജറാത്ത് കലാപത്തെ പറ്റി അവരറിയായിട്ടാണോ? അത് അവർക്ക് പൊളിറ്റിക്സ് അറിയാം. എന്തായിരുന്നു പൊളിറ്റിക്സ്, എന്തുകൊണ്ട് കലാപം ഉണ്ടായി, പക്ഷേ ഇപ്പം എന്താണ് സ്ഥിതി എന്നവർക്കറിയാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇസ്ലാമിക വിരുദ്ധനെ അവർ നെതന്യാഹുവിനെ അവർ വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ സൗദിയിലെ MBS മുഹമ്മദ് ബിൻ സൽമാൻ, UAE ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ, ഖത്തറിലെ ഖത്തർ അമീർ, അപ്പം ഇവരൊക്കെ തന്നെ ഇദ്ദേഹത്തോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും, ആ ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ UAE പ്രോട്ടോകോൾ ലംഘിച്ച് അവിടുത്തെ പ്രസിഡന്റ് വന്ന് നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിച്ചു പോവുകയാണ് എയർപോർട്ടിലേക്ക് വന്ന്. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്ലാം വലിയ ഭീഷണി നേരിടുന്നത് അത് ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിലാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ്. അപ്പം ഈ പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു ഇന്ത്യ അറബ് നെക്സസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിവിടെയുള്ള മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ ഇതേ ഭീഷണി നേരിടുന്നുണ്ട് ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന്. മതപരമായിട്ട് ഈ ഭീഷണി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇസ്രായേലിന് അമേരിക്കനോട്ട് കളിക്കാൻ പറ്റില്ല. ശരിയാണ്. അപ്പോൾ ഈ ഒരു നെക്സസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്.